Good morning to all. Welcome to our accountancy class. In the previous class, we discussed about what is ledger, what is the format of ledger, and നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ലെഡ്ജർ എന്നും അതുപോലെ എന്താണ് ലെഡ്ജർ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് ആണ്. ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ലെഡ്ജർ. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലെഡ്ജറിനെ കുറിച്ചാണ്. ഒരു ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് 3 ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട് ബോർഡിൽ, അത് നിങ്ങൾ നോക്കുക. കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹10,000. സെക്കൻഡ് വൺ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹2,000. തേർഡ് വൺ, റിസീവ്ഡ് കമ്മീഷൻ ₹10,000. 3 ക്വസ്റ്റ്യൻസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റത്തെ ട്രാൻസാക്ഷൻ എന്താണ്? കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹10,000. ഇതിൻ്റെ ജേണൽ എൻട്രി എന്താ വരിക? റിസീവ്ഡ് കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹10,000. ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും, അതേസമയം ബിസിനസ്സിൻ്റെ ക്യാപിറ്റലും ഇൻക്രീസ് ചെയ്യും. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ക്യാഷിനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അതേസമയം ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നത് കാരണം ബിസിനസ്സിൻ്റെ ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യുന്ന ക്യാപിറ്റലിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി വരും ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ദെൻ സെക്കൻഡ് വൺ, പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് ₹2,000. പർച്ചേസ്ഡ് ഗുഡ്സ് എന്താ ജേണൽ എൻട്രി വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട് അല്ലേ? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്, എമൗണ്ട് 2,000. ഇവിടെ എന്താണ് വാങ്ങിച്ചിട്ടുള്ളത്? പർച്ചേസ് ഗുഡ്സ്. അപ്പോൾ പർച്ചേസ് എന്ന് പറയുന്ന എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, അതേസമയം ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഡിക്രീസ് ചെയ്തു. ജേണൽ എൻട്രി വരും പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ദെൻ തേർഡ് വൺ, റിസീവ്ഡ് കമ്മീഷൻ ₹1,000. 1000 രൂപയുടെ കമ്മീഷൻ കിട്ടി. കമ്മീഷൻ കിട്ടുമ്പോൾ ബിസിനസ്സിൻ്റെ ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യും, അതേസമയം ബിസിനസ്സിൻ്റെ കമ്മീഷൻ എന്ന് പറയുന്ന ഇൻകം ഇൻക്രീസ് ചെയ്യും. ക്യാഷ് എന്ന് പറയുന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. കമ്മീഷൻ എന്ന് പറയുന്ന ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ കമ്മീഷനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ അക്കൗണ്ട്, എമൗണ്ട് 1000. ഞാൻ ബോർഡിൽ റഫായിട്ട് ജേണൽ എൻട്രി എഴുതി വെക്കുന്നുണ്ട്. നിങ്ങൾ നോട്ടിലേക്ക് എഴുതുമ്പോൾ കോളമൊക്കെ വരച്ചിട്ട് ഫെയർ ആയിട്ട് തന്നെ നിങ്ങൾ ജേണൽ എൻട്രി എഴുതണം. കോളം വരച്ചിട്ട് ജേണൽ എൻട്രി എഴുതണം. അതിൻ്റെ കൂടെ നരേഷനും കൂടെ ഉൾപ്പെടുത്തിയിട്ട് കോളം വരച്ചിട്ട് വേണം നിങ്ങൾ ജേണൽ എൻട്രി എഴുതാൻ. ഓക്കെ, ഫസ്റ്റിലെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്, എമൗണ്ട് 10,000. നരേഷൻ എന്ത് എഴുതണം? കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹10,000. ദെൻ സെക്കൻഡ് വൺ, ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. നരേഷൻ എന്ത് എഴുതണം? എമൗണ്ട് 2,000. നരേഷൻ പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ്. ദെൻ തേർഡ് വൺ, ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ അക്കൗണ്ട്, എമൗണ്ട് 1000. നരേഷൻ എന്ത് എഴുതണം? റിസീവ്ഡ് കമ്മീഷൻ. ഇത്രയാണ് ജേണൽ എൻട്രികൾ. ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ജേണൽ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എത്ര ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം? 2 ലെഡ്ജർ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം. ഒരെണ്ണം ക്യാഷും അനദർ വൺ ക്യാപിറ്റൽ അക്കൗണ്ട്. 2 ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് വൺ ക്യാഷ് അക്കൗണ്ട്, സെക്കൻഡ് വൺ ക്യാപിറ്റൽ അക്കൗണ്ട്. രണ്ടാമത്തെ ട്രാൻസാക്ഷനിൽ ജേണൽ എൻട്രി എന്താണ്? പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ട്. ഇവിടെ നമ്മൾ 2 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം. ഒരെണ്ണം പർച്ചേസ് അക്കൗണ്ടും അനദർ വൺ ക്യാഷ് അക്കൗണ്ട്. ഇനി ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യും അല്ല. അപ്പൊ എല്ലാ ക്യാഷ് ട്രാൻസാക്ഷനും ഈ ഒരൊറ്റ ക്യാഷ് അക്കൗണ്ടിലാണ് കാണിക്കുക. അതായത് ഇതിനൊരു ക്യാഷ് അക്കൗണ്ട് സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. അതായത് നമ്മൾ മുകളിൽ ഒരു ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ ക്യാഷ് അക്കൗണ്ടിൽ ക്യാഷ് ട്രാൻസാക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻ എവിടെ കാണിക്കുക? ഈ ഒരു ക്യാഷ് അക്കൗണ്ടിൽ കാണിക്കുക. അടുത്തത് തേർഡ് വൺ, റിസീവ്ഡ് കമ്മീഷൻ. ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കമ്മീഷൻ അക്കൗണ്ട്. ഇവിടെ നമ്മൾ 2 അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് വൺ ക്യാഷ് അക്കൗണ്ടും സെക്കൻഡ് വൺ കമ്മീഷൻ അക്കൗണ്ടും. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലാണ് ആഡ്
ക്യാഷ് റുപ്പീസ് 10,000. ഇവിടെ വരുന്ന ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ക്യാഷ് അക്കൗണ്ട് ആണ്. ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുക, ലെഡ്ജർ അക്കൗണ്ട് വരയ്ക്കുക. അതിന് നമ്മൾ ക്യാഷ് അക്കൗണ്ട് എന്ന് പേര് കൊടുത്തു. ഡെബിറ്റ് സൈഡ് നമ്മൾ DR എന്ന് എഴുതി, ക്രെഡിറ്റ് സൈഡ് CR. ദെൻ ഫസ്റ്റ് കോളം ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. അതേപോലെ തന്നെ ക്രെഡിറ്റ് സൈഡും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. ഇനി ആദ്യം നമ്മൾ 1-ാം തീയതിയിലെ ട്രാൻസാക്ഷൻ നമ്മൾ ജേണലിലെ ട്രാൻസാക്ഷൻ ലെഡ്ജറിലോട്ട് മാറ്റി എഴുതുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റത്തെ ജേണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇനി ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്നതാണ് എന്താണ് കാണിക്കുക? ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അത് നമ്മൾ ക്യാപിറ്റലാണ് കാണിക്കുക. ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ക്യാപിറ്റലാണ് കാണിക്കുക. ഇനി ഈ ക്യാപിറ്റൽ എവിടെയാണ് കിടക്കുന്നത്? ജേണൽ എൻട്രിയിൽ. ജേണൽ എൻട്രിയിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലാണ് കിടക്കുന്നത് അല്ലെ? ക്രെഡിറ്റ് സൈഡിലാണ്. അതുകൊണ്ട് നമ്മൾ ഈ ക്രെഡിറ്റ് സൈഡിലെ ട്രാൻസാക്ഷനെ എങ്ങോട്ടേക്ക് മാറ്റി എഴുതുക? ഡെബിറ്റ് സൈഡിലോട്ട് മാറ്റി എഴുതുക. ക്രെഡിറ്റ് സൈഡിലെ ട്രാൻസാക്ഷനെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി എഴുതുക? ഡെബിറ്റ് സൈഡിലോട്ട് മാറ്റി എഴുതുക. ക്ലിയർ ആയിട്ടാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 1-ാമത്തെ ക്യാഷ് അക്കൗണ്ട് നമ്മൾ ആദ്യം കാണിക്കുന്ന ഐറ്റം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ എന്നുള്ളത് ക്രെഡിറ്റിലാണ്. ക്രെഡിറ്റിലെ ക്യാപിറ്റൽ നമ്മൾ എവിടെ കാണിച്ചു? ഡെബിറ്റ് സൈഡിൽ കാണിച്ചു. ക്യാപിറ്റൽ ജനുവരി 1-ാം തീയതി ക്യാപിറ്റൽ എമൗണ്ട് 10,000. അടുത്തത് 2-ാം തീയതി എന്താണ് ട്രാൻസാക്ഷൻ നടന്നത്? പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് അല്ലെ? പർച്ചേസ് ഗുഡ്സ് ഫോർ ക്യാഷ് ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റർ ടു ക്യാഷ് അക്കൗണ്ട് എമൗണ്ട് 2,000. ജേണൽ എൻട്രിയിലെ ഡെബിറ്റ് സൈഡിലെ പർച്ചേസിനെ ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റിയിരുന്നു? ക്രെഡിറ്റ് സൈഡിലോട്ട് മാറ്റിയിരുന്നു. ക്രെഡിറ്റ് സൈഡിൽ എന്ത് കാണിക്കുക? പർച്ചേസ് എഴുതിയിട്ട് എമൗണ്ട് 2,000. ക്ലിയർ ആയില്ലേ? പർച്ചേസ് എമൗണ്ട് 2,000. ഡെബിറ്റ് സൈഡിലെ ട്രാൻസാക്ഷനെ എങ്ങോട്ടേക്ക് മാറ്റിയിരുന്നു? ക്രെഡിറ്റ് സൈഡിൽ. മുന്നേ നമ്മൾ പറഞ്ഞു ക്രെഡിറ്റ് സൈഡിലെ ട്രാൻസാക്ഷനെ ഡെബിറ്റ് സൈഡിലോട്ടും ഡെബിറ്റ് സൈഡിലെ ട്രാൻസാക്ഷനെ ക്രെഡിറ്റ് സൈഡിലോട്ടും മാറ്റിയിരുന്നു. അങ്ങനെയാണ് ലെഡ്ജർ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞതിന് ശേഷം ജേണലില് ഡെബിറ്റിലാണെങ്കിൽ ലെഡ്ജർ അക്കൗണ്ടിൽ എവിടെ കാണിക്കുക? ക്രെഡിറ്റില്. ജേണലില് ക്രെഡിറ്റിലാണെങ്കിൽ എവിടെ കാണിക്കുക? ലെഡ്ജർ അക്കൗണ്ടിൽ ഡെബിറ്റില്. അങ്ങനെയാണ് വായിക്കുക. ഇനി 3-ാമത്തത് റിസീവ്ഡ് കമ്മീഷൻ. എന്താ ജേണൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റർ ടു കമ്മീഷൻ അക്കൗണ്ട് എമൗണ്ട് 1,000. എങ്ങനെയാണ് കിടക്കുന്നത്? ക്യാഷ് അക്കൗണ്ടിൽ എവിടെയാണ് കിടക്കുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് കിടക്കുന്നത് അല്ലെ? ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റ് സൈഡിലാണ് കമ്മീഷൻ കിടക്കുന്നത്. ഈ ക്രെഡിറ്റ് സൈഡിലെ കമ്മീഷൻ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റിയതു? ഡെബിറ്റ് സൈഡിലോട്ട് മാറ്റിയതു. ക്രെഡിറ്റ് സൈഡിലെ കമ്മീഷനെ ഡെബിറ്റ് സൈഡിലോട്ട് മാറ്റിയതു. കമ്മീഷൻ ഡേറ്റ് 3, കമ്മീഷൻ എമൗണ്ട് 1,000. കാഷുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ കാണിച്ചു. ഇനി ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഏത് സൈഡാണോ കൂടുതൽ ആ കൂടുതലുള്ള ടോട്ടൽ നിങ്ങൾ 2 സൈഡിലും എഴുതി വയ്ക്കുക. ഇവിടെ ക്യാപിറ്റൽ 10,000 കമ്മീഷൻ 1,000 ഡെബിറ്റ് സൈഡ്. ക്രെഡിറ്റ് സൈഡിൽ എന്ത് മാത്രമേ ഉള്ളൂ? പർച്ചേസിന്റെ ഒരു 2,000 മാത്രമേ ഉള്ളൂ അല്ലെ? പർച്ചേസിന്റെ 2,000 മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എവിടെയാണ് കൂടുതൽ? ഡെബിറ്റ് സൈഡാണ് കൂടുതൽ. ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ 11,000. ഈ 11,000 നമ്മൾ എവിടെ എഴുതി വെച്ചു? ക്രെഡിറ്റ് സൈഡിലും എഴുതി വെച്ചു 11,000. ഇനി അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡെബിറ്റ് സൈഡിലെ ടോട്ടലിൽ നിന്നും ക്രെഡിറ്റ് സൈഡിലെ ഐറ്റം മൈനസ് ചെയ്യാം. ഇവിടെ ഒരു ഐറ്റമുള്ള ഒരുപാട് ഐറ്റം ഉണ്ടെങ്കിൽ അത് ടോട്ടൽ ചെയ്തിട്ട് മൈനസ് ചെയ്യും. ഇവിടെ ഒരൊറ്റ ഐറ്റം മാത്രമേ ഉള്ളൂ. അപ്പൊ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ എത്രയാണ്? 11,000. ക്രെഡിറ്റ് സൈഡിലെ ഐറ്റം 2,000 മൈനസ് ചെയ്ത് നമുക്ക് കിട്ടും 9,000. മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും എമൗണ്ട് 9,000. ഈ 9,000 നമ്മൾ പറയുന്ന പേരാണ് ബാലൻസ് ക്യാരിഡ് ഔട്ട്. ബാലൻസ് ക്യാരിഡ് ഔട്ട് അതായത് നമ്മുടെ കയ്യിലെ ബാലൻസ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ക്യാരിഡ് ഔട്ട്. ഈ ബാലൻസ് ക്യാരിഡ് ഔട്ടിന്റെ ഡേറ്റ് നമ്മൾ കാണിക്കുക ആ മാസത്തെ ലാസ്റ്റിലെ ഡേറ്റ് ആണ്. അതായത് ജനുവരിയാണ് നമ്മൾ മന്ത് കാണിച്ചിട്ടുള്ളത്. ജനുവരി ലാസ്റ്റിലെ ഡേറ്റ് എന്താണ്? 31st ജനുവരി. 31st ജനുവരി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ബാലൻസ് ക്യാരിഡ് ഔട്ടിന്റെ ഡേറ്റ് കാണിക്കുക. എമൗണ്ട് 9,000. ഇത്രയാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് ആയി. ഇനി അതിനുശേഷം നമ്മൾ ഈ ലെഡ്ജർ അക്കൗണ്ടിലെ ബാലൻസ്, ഈ ബാലൻസ് ഇനി എങ്ങോട്ടേക്ക് മാറ്റി എഴുതണം? ഇനി അതായത് അടുത്ത മാസം ഈ കമ്പനിയുടെ ക്യാഷ് അക്കൗണ്ട്
അക്കൗണ്ടിലെ ബാലൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 9,000. അടുത്ത മാസം ഈ കമ്പനിയുടെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് എത്രയാണ്? 9,000. നമ്മുടെ ഡേറ്റ് എഴുതും. ജനുവരി അടുത്ത മന്ത് ഫെബ്രുവരി 1-ാം തീയതി ബാലൻസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഇത് ടോട്ടൽ ചെയ്തതിന് താഴെ 9,000 കാണിക്കും. ബാലൻസ് ബ്രോ ഡൗൺ 9,000. അതിനുശേഷം നിങ്ങൾ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ജേണൽ എൻട്രിയിൽ ട്രാൻസാക്ഷൻ ഡെബിറ്റിലാണെങ്കിൽ അതിനെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി എഴുതും? ക്രെഡിറ്റ് സൈഡിലോട്ടും. ജേണൽ എൻട്രിയിൽ ക്രെഡിറ്റിലാണെങ്കിൽ അതിനെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി എഴുതും? ഡെബിറ്റ് സൈഡിലോട്ടും മാറ്റി എഴുതും. ഇത്ര മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ടോട്ടൽ ചെയ്യേണ്ട കാര്യം പറഞ്ഞു. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഏത് സൈഡാണോ കൂടുതൽ, അതായത് ഡെബിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ ആ ടോട്ടൽ രണ്ട് സൈഡിലും അതേ സമയം തന്നെ എഴുതി വയ്ക്കുക. അതിനുശേഷം കുറവുള്ള സൈഡിൽ, ഇവിടെ കുറവ് ഏത് സൈഡിലാണ്? ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പോൾ ഡെബിറ്റ് സൈഡിലെ ടോട്ടലിൽ നിന്നും ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിൻ്റെ അവിടെ നേരെ എഴുതി വയ്ക്കുക ബാലൻസ് ക്യാരി ഡൗൺ. ബാലൻസ് ക്യാരി ഡൗൺ എഴുതി വയ്ക്കുക. ഡേറ്റ് കാണിക്കുമ്പോൾ ഏത് മാസമാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് ആ മാസത്തെ ലാസ്റ്റ് ഡേറ്റാണ് എഴുതേണ്ടത്. അതിനുശേഷം ടോട്ടലിന് താഴെയായിട്ട് ഇനി കമ്പനിയുടെ കയ്യിലെ ബാലൻസ് എന്ന് പറയുന്നത് ഫെബ്രുവരി 1-ാം തീയതിയുള്ള ക്യാഷ് ബാലൻസ് എന്ന് പറയുന്നത് 9,000 ആണ്. അപ്പോൾ ഫെബ്രുവരി 1 എന്ന് എഴുതിയിട്ട് ബാലൻസ് ബ്രോഡ് എന്ന് പറഞ്ഞിട്ട് ഈ എമൗണ്ട് കാണിക്കുക, അതായത് 9,000. ഇത്രയാണ് ഒരു ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തത്. നെക്സ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് DR CR. ക്രെഡിറ്റ് സൈഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യും DR, ക്രെഡിറ്റ് സൈഡ് CR. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്, അഗൈൻ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. ഇനി ജനറൽ ഫസ്റ്റത്തെ ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇവിടെ നമുക്ക് രണ്ട് അക്കൗണ്ടുകൾ വരയ്ക്കണം. ഒരെണ്ണം ക്യാഷ് അക്കൗണ്ടും അനന്തരം ക്യാപിറ്റൽ അക്കൗണ്ടും. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ വരയ്ക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ കാണിക്കുന്നത് എന്താണ് കാണിക്കുക? ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുന്നത് ക്യാഷ് ആണ്, അല്ലെ? ക്യാഷ് ആണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കുക. ഇവിടെ ജേണൽ എൻട്രിയിൽ ക്യാഷ് എന്ന് പറയുന്നത് ഏത് സൈഡിലാണ്? ഡെബിറ്റ് സൈഡിലാണ് ക്യാഷ്. ഈ ഡെബിറ്റ് സൈഡിലെ ക്യാഷിനെ നമ്മൾ എവിടെ കൊണ്ട് കാണിച്ചാൽ മതി? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ലെഡ്ജർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിലാണ്. ഡെബിറ്റ് സൈഡിലെ ക്യാഷിനെ ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. അതായത് ജനുവരി 1 ക്യാഷ് എമൗണ്ട് 10,000 കാണിച്ചു, അല്ലെ? എമൗണ്ട് 10,000. ടോട്ടൽ ചെയ്യുക. വേറെ എന്തെങ്കിലും ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കാനുണ്ടോ? ഇല്ല. ഇനി നമ്മൾ ടോട്ടൽ ചെയ്യാം. ടോട്ടൽ ചെയ്യുമ്പോൾ ഏത് സൈഡ് മാത്രമേ ഉള്ളൂ? ക്രെഡിറ്റ് സൈഡ് മാത്രമേ ഉള്ളൂ. ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ 10,000 എഴുതി. അതേ ടോട്ടൽ നമ്മൾ എവിടെ എഴുതി? ഡെബിറ്റ് സൈഡിലും എഴുതി 10,000. ഈ ഡിഫറൻസ് നമ്മൾ എന്ത് പറഞ്ഞ് കാണിക്കും? ബാലൻസ് ക്യാരി ഡൗൺ. ഒന്ന് മൈനസ് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതേ എമൗണ്ട് തന്നെയാണ് ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞ് കാണിക്കുക. ജനുവരി 31-ാം തീയതി ബാലൻസ് ക്യാരി ഡൗൺ എമൗണ്ട് 10,000. നമ്മൾ അടുത്ത മാസം 1-ാം തീയതി ഫെബ്രുവരി 1-ാം തീയതി ബാലൻസ് ബ്രോ ഡൗൺ എന്നിട്ട് എന്ത് കാണിക്കും? എമൗണ്ട് 10,000 കാണിക്കും. ബാലൻസ് ബ്രോ ഡൗൺ എമൗണ്ട് 10,000. ഇത്രയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒന്നും ചെയ്യാനില്ല. ട്രാൻസാക്ഷന്റെ ഡെബിറ്റ് സൈഡിൽ നമ്മൾ എവിടെ കൊണ്ട് എഴുതിയാൽ മതി? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്താണ് കാണിക്കുക? ക്യാഷ് ആണ് കാണിക്കുക. അപ്പോൾ ക്യാഷ് എന്നുള്ള ഡെബിറ്റിലുള്ള ക്യാഷിനെ നമ്മൾ എവിടെ കൊണ്ട് എഴുതുക? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ഇത്രയുള്ളൂ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് വരച്ചു. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്, അഗൈൻ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, JF, എമൗണ്ട്. ഇനി നമ്മൾ ജേണൽ എന്താണ് പറഞ്ഞത്? പർച്ചേസ് അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇവിടെ എവിടെയാണ് ക്യാഷ് വന്നിട്ടുള്ളത്? ക്രെഡിറ്റിലാണ് ക്യാഷ് വന്നത്. ഈ ക്രെഡിറ്റിലെ ക്യാഷ് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി എഴുതണം? ഡെബിറ്റ് സൈഡിലോട്ട് മാറ്റി എഴുതണം. അപ്പോൾ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ലെഡ്ജർ അക്കൗണ്ടിലെ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക. എമൗണ്ട് 2,000. ഇനി വേറെ ഐറ്റംസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇങ്ങനെ വേറെ ഐറ്റംസ് ഒന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഇനി ഒരു സൈഡ് മാത്രം ഐറ്റംസ് ഒഴിച്ച് അത് നിങ്ങൾ അവിടെ മാത്രം ടോട്ടൽ ചെയ്തിട്ടാൽ മതി എന്നാണ്. ഇവിടെ ക്യാഷ് 2000, ദെൻ ടോട്ടൽ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ 2000. ഇനി നമ്മൾ എന്താണ് ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ അപ്പുറത്തേക്ക് എഴുതിയതാണ് 2000, ദെൻ ബാലൻസ് ക്യാരി ഡൗൺ 2000. അത് ബാലൻസിന് നമ്മൾ ഫെബ്രുവരി 1-ാം തീയതി ബാലൻസ് ഡ്രോ ഡൗൺ കാണിക്കും 2000. ഒരു സൈഡ് മാത്രമേ ഐറ്റംസ് ഉള്ളെങ്കിൽ നിങ്ങൾ ആ സൈഡ് മാത്രം ടോട്ടൽ ചെയ്തിട്ടാൽ മതി. ഇനി ഒരു ഐറ്റം മാത്രമേ ഉള്ളെങ്കിൽ ആ ഒരു ഐറ്റം മാത്രം എഴുതിയിട്ടാൽ മതി. നെക്സ്റ്റ് കമ്മീഷൻ അക്കൗണ്ട്. കമ്മീഷൻ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ എന്താണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്? ക്യാഷ് അക്കൗണ്ട് വെക്ടർ ടു കമ്മീഷൻ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് വെക്ടർ ടു കമ്മീഷൻ അക്കൗണ്ട്. ഇനി ഫോർമാറ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ കമ്മീഷനിലെ ക്യാഷ് എഴുതാനാണെങ്കിൽ ക്യാഷ് എഴുതാനാകുന്നത് ക്യാഷ് ഡെബിറ്റ് സൈഡിലാണ്. ഡെബിറ്റ് സൈഡിലെ ക്യാഷിനെ നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റും? ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതും. ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റി എഴുതുമ്പോൾ ക്യാഷ് എമൗണ്ട് 1000, ദെൻ ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുന്നത് എന്താണ്? വേറെ ഐറ്റംസ് ഒന്നും പറഞ്ഞിട്ടില്ല. രണ്ട് സൈഡും എന്താണ്? ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ ഡെബിറ്റ് സൈഡിലും കാണിച്ചു. ദെൻ ബാലൻസ് ക്യാരി ഡൗൺ എമൗണ്ട് എത്രയാണ്? 1000. ജനുവരി 31 ബാലൻസ് ക്യാരി ഡൗൺ 1000. നെക്സ്റ്റ് മന്തിൽ ഈ ഡെബിറ്റ് സൈഡിന്റെ ബാലൻസ് വന്നത് നമ്മൾ എങ്ങോട്ടേക്ക് മാറ്റി എഴുതുക? ക്രെഡിറ്റ് സൈഡിലോട്ട് മാറ്റി എഴുതും. ഫെബ്രുവരി 1 ബാലൻസ് ഡ്രോ ഡൗൺ 1000. ഇത്രയാണ് കമ്മീഷൻ അക്കൗണ്ട്.